ബറാഅത്തിന്റെ രാവിൽ ഇൻഷാ അല്ലാഹ് ഒരു യാസീൻ ഓതണം. ആ യാസീൻ റിസ്ക്കിന്റെ വിശാലതയ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ഒരു മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം റിസ്ക്കാണ്. രണ്ടാമത്തേത് ആയുസിന്റെ ദൈർഘ്യത്തിന് വേണ്ടി ദുആ ഒരു യാസീൻ ഓതണം. അള്ളാഹു നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. ആയുസ്സിന് വേണ്ടി മാത്രമല്ല, ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് മാത്രം കിട്ടി കട്ടിലിൽ കിടന്ന് മലമൂത്ര വിസർജനത്തിനോ നിയന്ത്രണം പോലും ഇല്ലാത്തൊരു ആയുസ് കൊണ്ട് കഥയില്ല. ആയുസ്സിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ദുആ ചെയ്യണം, പടച്ചോനെ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് തരണേ റബ്ബേ. അല്ലാതെ ആയുസ് കിട്ടിയിട്ട് കാര്യമില്ല. മറ്റുള്ളവർക്ക് ഭാരമായി കട്ടിലൊരു പടന്തുണിക്കെട്ട് പോലെ കിടക്കുന്ന ഒന്നിൽ വലിയ കാര്യങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ യാസീൻ ഇൻഷാ അല്ലാഹ് ഈമാനോടുകൂടിയുള്ള മരണത്തിനു വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ 3 യാസീൻ ഓതണം. അതോടൊപ്പം തന്നെ ബറാഅത്ത് രാവിലെ പ്രത്യേകം ചില ദിക്റുകൾ ചെയ്യണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ ദിക്ർ 100 പ്രാവശ്യം വന്ന് ചൊല്ലണം. വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്ന രാത്രിയാണ്. അതോടൊപ്പം തന്നെ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്റുകൾ 100 പ്രാവശ്യം ചൊല്ലണം. അള്ളാഹു നമ്മുടെ ബറാഅത്തിന്റെ രാവുകളെ, അതിന്റെ രാത്രികളെ അള്ളാഹു ഏറ്റവും അനുഗ്രഹീതമായ രാത്രിയാക്കി അള്ളാഹു നൽകുമാറാകട്ടെ.